ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗുംബ്രൈഡ്സ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ട് ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലുള്ളവർ, ഗൾഫ് രാജ്യങ്ങളിലുള്ളവർ, ഈ ഒരു ചൂട് കാലത്ത് വണ്ടി ഓടിക്കുന്നവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട, എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിൽ പോലും എൻ്റെ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയൊരു ഒരു ദുരന്തം അല്ലെങ്കിൽ എന്നാ പറയുന്നത്, ഒരു ധനനഷ്ടം, ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കാരണം ഈ ചൂടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 9 മണിയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ടുള്ളൂ. ഈ സമയത്ത് തന്നെ ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 47 ഡിഗ്രിയോളം ടെമ്പറേച്ചർ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പം എനിക്കിപ്പോൾ റീസെൻ്റ്ലി സംഭവിച്ച ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഈ ഹമ്മറിൻ്റെ ആണെങ്കിൽ തന്നെ റേഡിയേറ്ററിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ ഒരു ബീഡിങ്, ആ ഒരു പ്ലാസ്റ്റിക് പീസ് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വൈഫിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വിട്ടിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് വണ്ടി ജസ്റ്റ് പാർക്ക് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് പോകുമായിരുന്നു. അപ്പോൾ ജസ്റ്റ് പാർക്ക് ചെയ്ത് അങ്ങ് പോകുമ്പോൾ ഒരു ഒരു ഈ വെള്ളമൊക്കെ ചീറ്റുന്ന പോലെ ഒരു സൗണ്ട്. പെട്ടെന്ന് നോക്കുമ്പോൾ വണ്ടിയുടെ മുകളിൽ നിന്ന് താഴോട്ട്, ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടാണ് എനിക്ക് കാണാൻ പറ്റിയത്, വണ്ടിയുടെ അടിയിലേക്ക് വെള്ളം വീഴുന്നതായിട്ട് കണ്ടു. ഞാൻ വണ്ടി വന്ന് തുറന്നു നോക്കിയപ്പം കണ്ടതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊട്ടിയിട്ട് വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനത് ഇച്ചിരി ഫാസ്റ്റായിട്ട് നടന്നു പോയെങ്കിൽ ഞാനത് അറിയാൻ പോകുന്നില്ല. പിറ്റേ ദിവസം ഞാൻ വന്ന് വണ്ടി എടുത്തു, ഇങ്ങനെ പോകും, റേഡിയേറ്ററിൽ വെള്ളം ഉണ്ടാവില്ല. അപ്പം ആ രീതിയിൽ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്തായാലും എൻജിൻ പോകും, നമ്മൾ അറിയില്ല. ടെമ്പറേച്ചർ ഒറ്റയടിക്ക് വെള്ളം പോയി കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കാണിക്കത്തുമില്ല, തെർമോസ്റ്റാറ്റ് വർക്കാകത്തില്ല. അപ്പം അങ്ങനെ ഒരു പ്രശ്നം വരുന്നതുകൊണ്ട് ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചൊരു കാര്യം. ഒരു വണ്ടി ഓൾറെഡി എൻ്റെ ലെക്സസ് വർക്ക്ഷോപ്പിലാണ്. അത് ഈ പണി കിട്ടി, ഹോസ് തള്ളിപ്പോയി, ഈ നമ്മുടെ റേഡിയേറ്റർ ഹോസ് തള്ളിപ്പോയി. അതുകൊണ്ട് തെർമോസ്റ്റാറ്റ് സെൻസ് ചെയ്തില്ല, ടെമ്പറേച്ചർ കാണിച്ചില്ല. പെട്ടെന്ന് കിടുന്നൊരു ഒച്ച കേട്ടു, എൻജിൻ പിസ്റ്റൻ പിടിച്ചു. അങ്ങനെ ഞാൻ ആ വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെയാണ് ഈ വണ്ടിക്ക് ഇത് സംഭവിച്ചത്. ജസ്റ്റ് ഞാൻ ഇതിൻ്റെ അത് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ സംഭവിച്ചത്, നമ്മുടെ ഈ റേഡിയേറ്ററിൻ്റെ ഈ ഭാഗത്ത്, ഇത് നമ്മുടെ റേഡിയേറ്ററിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇവിടെ നിന്നായിരുന്നു വെള്ളം അങ്ങനെ ചീറ്റിക്കൊണ്ടിരുന്നത്. അപ്പം ഞാനത് ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം കാണാൻ പറ്റി. ചെറിയൊരു സൗണ്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഒരുപാട് സൗണ്ടൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ വെള്ളം ചീറ്റുന്ന ഒരു സൗണ്ട്. അപ്പോൾ ഞാനത് കണ്ടതുകൊണ്ട് അതെനിക്ക് സേവ് ചെയ്യാൻ പറ്റി. ഇപ്പം ഞാൻ റേഡിയേറ്റർ മാറാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പൈസ കൊണ്ട് നിൽക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ എൻജിൻ പണിയേണ്ടി വരില്ലായിരുന്നു ഈ വണ്ടിയുടെ. അങ്ങനെ സത്യത്തിൽ എൻ്റെ പൊന്നു ബ്രോസ്, ഞാൻ ഈ 2 വണ്ടികളുടെ എൻജിൻ പണിയേണ്ടി വന്നേനെ എൻ്റെ ഒരു കാരണം ഇതുകൊണ്ട്. ഞാനപ്പോൾ അതുകൊണ്ട് ഒരു വണ്ടി ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചാണ് ഇപ്പോൾ ചൂടുകാലത്ത് വണ്ടി കൊണ്ടു നടക്കുന്നത്. ഈ വണ്ടിയൊക്കെ അറിയാമല്ലോ, ഹമ്മറൊക്കെ നിർത്തിപ്പോയി, 2009 നിന്ന് പോയ വണ്ടിയാണ്. അപ്പോൾ നമ്മളതിനെയൊക്കെ കെയർ ചെയ്യുമ്പം കുറച്ചും കൂടി കാര്യമായിട്ട് ചെയ്യണം. അപ്പോൾ ഗൈസ്, ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് എന്നാന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, രാവിലെ ജസ്റ്റ് നമ്മൾ വണ്ടി എടുക്കുന്നതിന് മുമ്പായിട്ട് റേഡിയേറ്ററിൽ വെള്ളമുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ചേക്കുക. അതുപോലെ എന്തെങ്കിലും കാണാൻ പറ്റുന്ന കാര്യങ്ങൾ അന്നേരം ഉണ്ടെന്ന് നോക്കുക. അതുപോലെ വണ്ടി നല്ലപോലെ ടെമ്പറേച്ചറിൽ ഓടി വന്ന് നിന്ന് കഴിയുമ്പോൾ അതുപോലെ ഒന്ന് വന്ന് നമ്മൾ ജസ്റ്റ് ഈ റേഡിയേറ്റർ ഹോസ് ഭാഗങ്ങൾ എവിടെ ലീക്ക് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് വലിയൊരു അപകടം ഒഴിവാക്കാൻ പറ്റും. ചിലപ്പോൾ അങ്ങനെ വെള്ളമില്ലാതെ ഓടിക്കഴിഞ്ഞാൽ വണ്ടിക്ക് തീ വരെ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ചൂട് കാലത്ത് ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ കൂട്ടുകാരെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.